വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. 31,125 രൂപ ഇൻട്രസ്റ്റ് നൽകുന്ന നല്ലൊരു പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പോസ്റ്റ് ഓഫീസ് സ്കീം എന്നുള്ളത് മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഇത്. MSSC എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം വരുന്നത്. ഇത് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെയും അതുപോലെ പെൺകുട്ടികളുടെയും ഉന്നമനത്തിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്കീം കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള സ്കെഡ്യൂൾ ബാങ്കുകൾ വഴിക്കാണ് നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുക. ഇതൊരു ചുരുങ്ങിയ കാലഘട്ടത്തേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. April 1, 2023 മുതലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. March 31 വരെ 2025 വരെയാണ് നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്കിതിന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്, പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം പ്രധാനമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്. അപ്പൊ നമുക്കിത് കേന്ദ്ര ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതും സെക്യൂർഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഇത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 March 31 വരെയാണ് നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുക. നമുക്ക് ആ എടുത്തു കഴിഞ്ഞ ഡേറ്റ് മുതൽ 2 വർഷത്തെ ഡ്യൂറേഷനിലാണ് നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കുക. 2 വർഷം മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. ഈ MSSC സ്കീമിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് 7.5% ഒരു വർഷത്തേക്ക് നമുക്കിത് കിട്ടുന്നത്. ഇത് ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് മിനിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 1000 രൂപയാണ്. പിന്നീട് 100ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് കൂട്ടിയെടുക്കാം. മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്നുള്ളത് 2 ലക്ഷം രൂപയാണ് ഈ സ്കീമിൽ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇത് എടുത്ത് 2 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. 2 വർഷം കഴിഞ്ഞാൽ ഇതിന്റെ മെച്യൂരിറ്റി ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഈ എമൗണ്ട് കയ്യിലേക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഇതിനകത്ത് അടയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാർഷ്യൽ വിത്ഡ്രോവലും നമുക്ക് ചില കണ്ടീഷനിൽ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പാർഷ്യൽ വിത്ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ചില നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് ഇതിന് പ്രിമേച്ചർ ആയിട്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള അവസരവും ഈ ഒരു പ്ലാനിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ പാർഷ്യലി നമുക്കൊരു ഭാഗികമായിട്ടുള്ള ഫണ്ട് പിൻവലിക്കണമെങ്കിൽ നമുക്ക് 40% വരെയാണ്. അത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കത് പിൻവലിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സെക്ഷൻ 80C വെച്ചുകൊണ്ടുള്ള ഇൻകം ടാക്സ് എക്സംഷനും നമുക്ക് ഈ ഒരു പ്ലാനിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ എലിജിബിലിറ്റിയെ കുറിച്ച് നോക്കുമ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കൻസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ളവരായിരിക്കണം. NRIസിന് ഒരിക്കലും ഇത് എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പൊ അവർക്ക് മാത്രമാണ് ഇതിനകത്ത് ചേരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു സ്ത്രീക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീക്കാണെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ ഗാർഡിയന്റെ അഡ്രസ്സോട് അവരുടെ ഒരു പേര് വെച്ചുകൊണ്ട് നമുക്ക് കുട്ടികളുടെ പേരിൽ ഈ അക്കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. ഒരു അപ്പർ ലിമിറ്റ് ഇതിനകത്ത് വെച്ചിട്ടില്ല. അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ട സ്ത്രീകൾക്കും ഇതിനകത്ത് ചേരാനായിട്ട് പറ്റും. അതുപോലെ നമുക്കിത് സിംഗിൾ ഹോൾഡർ ടൈപ്പ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ട് ആയിട്ട് മാത്രമാണ് നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി പ്രിമേച്ചർ ക്ലോസിംഗ് സാധ്യമാണോ എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിനകത്ത് ചർച്ച ചെയ്യുന്നത്. അത് നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് 2 കണ്ടീഷനിലാണ് നമുക്കിത് പ്രിമേച്ചർ ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ അക്കൗണ്ട് ഹോൾഡർ ഡെത്ത് വന്നു കഴിഞ്ഞാൽ, എടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിമേച്ചർ ആയിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ ഗാർഡിയനോ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബാങ്കിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രിമേച്ചർ ആയിട്ട് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്നുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിമം നമുക്ക് 2 ലക്ഷം രൂപയാണ് ഈ പ്ലാനിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. 7.5% ഇൻട്രസ്റ്റ് ഇയർലി കോമ്പൗണ്ടിങ് ആയിട്ട് കിട്ടുന്നത്. 2 ലക്ഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്നുള്ളത് 15,000 രൂപയാണ്. സെക്കൻഡ് ഇയർ കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത് 16,125 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 31,125 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ 2 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് 2,31,125 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് നമുക്കിത് കിട്ടുക. അപ്പൊ സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ച് സേഫ് ആയിട്ടുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ ആണ്
കാരണം ഒരുപാട് വലിയ എമൗണ്ട് നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 2 ലക്ഷം രൂപയാണ് മാക്സിമം നമ്മുടെ ലിമിറ്റ്. മിനിമം എമൗണ്ട് 1000 രൂപയാണ്. ഈ രീതിയിൽ അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. നമുക്ക് വളരെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ പണം നിക്ഷേപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.